റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് ഒരു പൊട്ടറ്റോ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. വലുത് 2 എണ്ണം രണ്ടായിട്ട് മുറിച്ചും ചെറുത് മുറിക്കാതെയും കുക്കറിലെ വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 5 വിസിലടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കിഴങ്ങ് വെന്തപ്പോൾ തൊലി പൊളിച്ച് കളഞ്ഞ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഉടച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ചെറിയ കഷ്ണങ്ങളാക്കരുത്. അതുപോലെ കിഴങ്ങ് വെന്തില്ല എങ്കിൽ നമ്മൾ ഒന്നുകൂടെ അടുപ്പ് വെച്ച് വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കണം. ഈ മസാല തയ്യാറാക്കുന്നതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒരു ടേസ്റ്റ് കിട്ടും, അതിനു വേണ്ടിയാണ്. ഇനി ഇത് നമുക്കൊരു ബ്രൗൺ നിറം ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കടലപ്പരിപ്പ് നമ്മൾ തലേ ദിവസം കടല ഇച്ചിരി വെള്ളത്തിലിട്ട് നേരം വെളുക്കുമ്പം തൊലി കളഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ കടലയുടെ ഉഴുന്നിൻ്റെയും നിറം മാറിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 ഇതൾ വെളുത്തുള്ളി, പിന്നെ ഒരു 10 പച്ച കുരുമുളക് പേസ്റ്റ് ആക്കിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം. ഞാനൊരു 4 പച്ചമുളകാണ് ചേർത്തത്. ഇനി പച്ച കുരുമുളക് ഓപ്ഷനിലാണ്, കയ്യിലുള്ളവർ ചേർത്താൽ മതി. പച്ചമുളക് ഒന്ന് വെന്ത് വഴണ്ട് വന്നപ്പോൾ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് സവാള പെട്ടെന്നൊന്ന് വഴലുന്നതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് സവാള വേഗണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, കറണ്ട് അങ്ങ് പോയി. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഏകദേശം വാടി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി പേസ്റ്റ് ആക്കിയത് കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കൂടരുത്. കായപ്പൊടി ചേർക്കുന്ന കറിക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി കട്ടയില്ലാതെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്.
ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. തിളയ്ക്കുമ്പോൾ ഈ ഗ്രേവി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ച ഗ്രേവിയിലേക്ക് ഉടച്ചു വെച്ചിരുന്ന കിഴങ്ങ് ചേർത്ത് കൊടുത്തു. അതോടൊപ്പം 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും കറി കുറുകുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ടേസ്റ്റ് നോക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം. ഇവിടെ കിഴങ്ങ് കറി കൂട്ടി പൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് കറി? പൂരി കഴിക്കാനും കൊള്ളാം, ചപ്പാത്തിക്ക് കൊള്ളാം, അപ്പത്തിന് കൊള്ളാം. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കിഴങ്ങ് കറിക്ക്. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. താങ്ക്